പ്രവർത്തകർക്ക് വലിയ ആവേശമാണ്. CMA പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ്. തീർച്ചയായിട്ടും ഒരു സന്തോഷം ഒരു പങ്കുവയ്ക്കുന്ന 10 വർഷം കഴിഞ്ഞ് UDF ഒരു ഭരണം ഉണ്ടാവാൻ പോകുന്നതിന്റെ സന്തോഷം കൂടിയാണ്. CLP മീറ്റിംഗ് ആയിട്ടല്ലേ പോകുള്ളൂ. CLP മീറ്റിംഗ് പോകില്ല. ഞാൻ എങ്ങനെ തരാനാ? നിങ്ങളൊന്നും മനസ്സിലാക്കില്ല. പ്രവർത്തകരുടെ ആവേശം എന്നൊരു ഹ്രസ്വമായ പ്രതികരണമാണ് വി ഡി സതീശൻ നടത്തുന്നത്. CLP മീറ്റിംഗ് 4 മണിക്കാണ് അനുജ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം മുൻപ് തന്നെ കുറച്ച് സമയം മുൻപ് തന്നെ KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അല്പസമയമായി അവരുടെ കൂടിക്കാഴ്ചയായിരുന്നു KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട്. സർക്കാർ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗവർണറെ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ അക്കാര്യങ്ങളൊക്കെ ആകാം ചർച്ച ചെയ്തതെന്ന് കരുതുന്നു. എന്തായാലും 4 മണിക്കുള്ള CLP മീറ്റിംഗ് കൂടി കഴിഞ്ഞ ശേഷമേ മടങ്ങുകയുള്ളൂ എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഹഷ്മിയോട് പറയുന്നത്. അതെ, ഈ നിയമസഭാ കക്ഷി യോഗം അതിനുശേഷം നേതാക്കൾ ഗവർണറെ കാണും ഈ യോഗത്തിന് ശേഷം എന്നുള്ളതാണ്. 102 എന്നതാണ് സംഖ്യ. അപ്പോൾ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നീട് സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച എന്ന വിവരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തരത്തിലേക്ക് തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുമെന്ന് നമ്മൾ കരുതുകയാണ്. അതിനിടെയാണ് വലിയ അതൃപ്തി മറുഭാഗത്ത് പുകയുന്നുണ്ട് എന്ന വിവരം കൂടി വന്നിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയാണ് അതിൽ ഏറ്റവും പ്രധാനമായി. അദ്ദേഹം ഈ CLPയിൽ പങ്കെടുക്കുന്നില്ല, യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഹരിപ്പാട്ടേക്ക് പോയി അവിടെ നിന്ന് ഗുരുവായൂരേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് KC ക്യാമ്പിലും അതൃപ്തി പുകയുന്നുണ്ട്. ചില നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൽ നിയുക്ത MLA-മാർ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നതാണ്. അങ്ങനെയൊക്കെയുള്ള അതൃപ്തിയുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഏതായാലും വലിയ പ്രതീക്ഷയിൽ ടീം UDF എന്ന് ആവർത്തിച്ച് പറയുന്ന VD സതീശൻ എന്ന നിയുക്ത മുഖ്യമന്ത്രിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ CLP യോഗം ആരംഭിക്കും. അത് കൃത്യം 4 മണിക്ക് എന്നതാണ്. ഇപ്പോൾ MLA-മാർ ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാൻ VD സതീശനുമുണ്ട് അവിടെ. അദ്ദേഹം സന്തോഷം പങ്കുവയ്ക്കുകയാണ് പ്രവർത്തകർ എന്ന് പറയുകയാണ്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ എന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് എത്തിയതിന്റെ സന്തോഷമാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഏതായാലും ടീം UDF എന്ന് ഇന്നും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് VD സതീശൻ പറയുന്നുണ്ടായിരുന്നു. വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്യണം, കേരളത്തെ പടുത്തുയർത്താൻ, പുതിയ കേരളത്തെ പടുത്തുയർത്താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. മറുഭാഗത്ത് അതൃപ്തി പുകയുന്നുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തവുമാണ്. ഈ നേതാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധവും അമർഷവും ഒക്കെ പോകുന്ന സാഹചര്യത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് എല്ലാ കാലവും പറയുന്ന നേതാവ് കൂടിയാണ് VD സതീശൻ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന്. വലിയ പ്രശ്നങ്ങളുള്ളപ്പോഴും അതൊന്നും ഇല്ല എന്ന് എല്ലായ്പ്പോഴും ആവർത്തിച്ച് പറയാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ഇവിടെയും ഒരുപക്ഷെ അത് തന്നെയാണ് കാണുന്നത്. KC വേണുഗോപാൽ അതൃപ്തി പരസ്യമാക്കി തന്നെയാണ് ഇനി AICC ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കണോ എന്ന് ചോദിക്കുന്നത്. രമേശ് ചെന്നിത്തലയാകട്ടെ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ഏറ്റവും ആദ്യം അനുനയിപ്പിക്കാൻ കഴിയുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന് ഹൈക്കമാൻഡ് തന്നെ പ്രതീക്ഷിച്ചിരുന്നിടത്താണ് വലിയ പ്രതിഷേധവുമായി രമേശ് ചെന്നിത്തല എത്തുന്നത്. ഈ യോഗത്തിലടക്കം പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ആ സാഹചര്യത്തിലും VD സതീശൻ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ടീം UDF എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനവുമാണ്. മറ്റൊരു കാര്യം, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ഉള്ള അദ്ദേഹം ആ സൗഹൃദം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. KPCC ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ കൈ കൊടുത്ത് ഒരുമിച്ച് കൈയൊക്കെ ഉയർത്തി ഞങ്ങൾ ഒന്നാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിലേക്ക് വന്ന AICCയുടെ നിരീക്ഷകർക്കടക്കം പിന്തുണ KC വേണുഗോപാലിന് അറിയിച്ച ആൾ കൂടിയാണ് KPCC അധ്യക്ഷൻ. എന്തായാലും അതൊക്കെ പോയ കാര്യം എന്ന നിലയിൽ ഇനി ഒരുമിച്ചാണ് എന്നുള്ള പ്രഖ്യാപനം അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അവിടെ രമേശ് ചെന്നിത്തല എന്ത് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ആ ഒരുമിച്ചുള്ള പോക്കിന് ചെന്നിത്തലയുടെ നീക്കങ്ങൾ, ഒപ്പം തന്നെ ഭൂരിപക്ഷം MLA-മാരും അനുകൂലമായി നിൽക്കുന്ന KC വേണുഗോപാലിന്റെ അടുത്ത ഇടപെടലുകൾ ഒക്കെ ഏറെ പ്രധാനമായി മാറുകയും ചെയ്യും. നിയമസഭാ കക്ഷി യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നില്ല. മുന്നോട്ട് എന്താകും അദ്ദേഹത്തിന്റെ തീരുമാനം? മന്ത്രിസഭയിൽ അദ്ദേഹം ചേരുന്നില്ല എന്ന കടുത്ത നിലപാടിലേക്ക് പോകുമോ? അതിലേത് തരത്തിലേക്ക് അനുനയം സാധ്യമാകുമെന്നൊക്കെയാണ്. ഇന്നിപ്പോൾ നേതാക്കൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന വിവരമുണ്ടായിരുന്നു. പക്ഷേ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല രമേശ് ചെന്നിത്തല എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും എങ്ങനെയാകും അദ്ദേഹത്തിൽ ഒരു അനുനയത്തിലേക്ക് ഹൈക്കമാൻഡ് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. VD സതീശൻ ഒരുപക്ഷെ നേരിട്ട് അദ്ദേഹത്തെ കാണാനൊക്കെയുള്ള സാധ്യത ഇനി വരും ദിവസങ്ങളിൽ തള്ളിക്കളയാൻ കഴിയില്ല. KC വേണുഗോപാലും നേരത്തെ സിദ്ധ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത് ഈ AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി നൽകാം എന്ന് പറഞ്ഞ് ആദ്യം വേണമെങ്കിൽ അതുകൂടി ഒഴിഞ്ഞു കൊടുക്കാമെന്നാണ് പറയുന്നത്. പിന്നീടായിരിക്കണം ഒരുപക്ഷെ അതിന്റെ അപകടം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വാചകം പ്രകടമായിരുന്നു.
അതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് മറ്റൊന്ന് ഈ പ്രതിച്ഛായ, പാർട്ടിക്കപ്പുറത്തേക്കുള്ള ഒരു പ്രതിച്ഛായയും തനിക്ക് ആവശ്യമില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതിൽ അദ്ദേഹം അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും നടത്തിയോ പ്രതിച്ഛായ, പാർട്ടിക്കപ്പുറത്തേക്ക് ഒരു പ്രതിച്ഛായ നിർമ്മാണം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകുന്നുമില്ല. അപ്പോൾ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി അല്ലെങ്കിൽ ആ നിരാശ മറച്ചു വയ്ക്കാതെ തന്നെയാണ് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.